ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് റെഡ്മിയുടെ 10i 5G എന്ന് പറഞ്ഞ മോഡലാണ്. കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന സമയത്ത് MIൻ്റെ ലോഗോയിൽ ഇങ്ങനെ വരിക ചിലപ്പോൾ മൂപ്പർക്ക് തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും, അങ്ങനത്തെ കാര്യങ്ങൾ. ചിലപ്പം ചില ആൾക്കാർക്ക് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റെഡിലൊക്കെ ഉണ്ടാവണം എന്നാണ്. കാരണം 10i 5G ഇപ്പോൾ കൂടുതലായിട്ട് പോക്കോ പോലെ തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനത്തിന് CPU ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. A to Z ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഈ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറി ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നവർ കാണാൻ നിങ്ങൾക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് ഓക്കെ ആയാലും ഞാൻ ഈ വീഡിയോ ഇടുന്നതിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് ഇടുമ്പോൾ ഞാൻ ഇൻ കേസ് അത് വായിച്ചിട്ട് അടുത്തടുത്ത വീഡിയോ അപ്ഡേറ്റ് ചെയ്തിടുന്നതായിരിക്കും. മാക്സിമം എന്നെ കൊണ്ട് ശ്രമിക്കുന്ന പോലെ ഞാൻ. അപ്പോൾ ഇതാണ് CPUവിൻ്റെ സെക്ഷനിൽ നമുക്ക് രണ്ട് രീതിയിൽ CPU ലിഫ്റ്റ് ചെയ്തെടുക്കുക. ഒന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മേലുള്ള ഈ ഹീറ്റിങ്ങിൻ്റെ അതായത് ഇതിൻ്റെ ഒരു ടാപ്പ് മറ്റേ കോയിൽ ഫോയിൽ ടാപ്പിൻ്റെ പോലത്തെ സാധനം നമുക്ക് സ്ക്രാപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നേരെ അത് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്തായാലും ഹീറ്റിങ്ങിൻ്റെ ആ ഒരു ഇത് കാണാം, പാഡ് കാണാം. ആ പാഡ് ജസ്റ്റ് ഒരു 220 അല്ലെങ്കിൽ 180 ഹീറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ സാധനം കൂളായിട്ട് വരും. അങ്ങനെ നമുക്ക് ഈ ഷീൽഡ് കട്ട് ചെയ്യാണ്ട് വേണം തന്നെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാം. ഇനി ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പം ഇതിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ടറ്റത്തും ജസ്റ്റ് ഡ്രില്ലർ വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു മറ്റേ കട്ടർ വെച്ചിട്ട് ആ ഭാഗത്ത്, അതായത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗം നോക്കിയിട്ട് ആ ഭാഗത്ത് കൂട്ടുള്ള സൈഡിലുള്ള ഷീൽഡ് കട്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഞാൻ പൊക്കി കാണിച്ചിരുന്നത്. ഷീൽഡ് കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോർണറിൽ ഇങ്ങനെ CPU ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന കാണാം. ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഭാഗത്തുള്ള ഷീൽഡ് അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ട് കൂളായിട്ട് കട്ട് ചെയ്യുക. ഈ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടേണ്ട ഹീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾ ഓരോരുത്തരും ഓരോ ഹീറ്റിലായിരിക്കും. ഇതിലിപ്പോൾ 220 ഹീറ്റിൽ 50 എയർ ഇട്ടാൽ മതി. ഓവറായിട്ട് ഹീറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഹീറ്റിൽ നമ്മൾ മെല്ലെ സ്ക്രാപ്പർ വെച്ചിട്ട് മെല്ലെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇതിൻ്റെ മുമ്പ് ഓരോ വീഡിയോയിൽ ഞാൻ കൈച്ച് എന്ന് പറയുന്നത്. കൈച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു എന്നതിൻ്റെ ഒരു സംഭവം തന്നെയാണ് കൈച്ചു എന്ന് പറയുന്നത്. എൻ്റെ ഇവിടുത്തെ ഭാഷ അതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കുറേ ആൾക്കാർ അതിൽ ഓരോ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ക്രാപ്പർ വെച്ചിട്ട് നല്ല തലോടുന്ന രീതിയിൽ, അതായത് ഓവറായിട്ട് അമർത്താൻ നിൽക്കേണ്ട. ഓവറായിട്ട് അമർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ICൻ്റെ സൈഡിലൊക്കെ പ്രിൻ്റ് കണക്ഷൻസ് ഇങ്ങനെ CPUവിൻ്റെ മുകളിൽ മറ്റേ EMCൻ്റെ മുകളിൽ നിന്ന് UFSൻ്റെ മുകളിലൊക്കെ വരുന്ന കണക്ഷൻസ് ബ്രേക്ക് ആവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ജമ്പർ പിടിക്കലൊക്കെ കുറച്ച് പണിയാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ CPU പൊക്കുന്ന ആൾക്കാർ ചില ആൾ നല്ലോണം ഫ്ലെക്സ് ഇടും. നല്ലോണം ഫ്ലെക്സ് ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത്ര ഫ്ലെക്സ് ഇട്ടാൽ മതി. ഓവറായിട്ട് ഫ്ലെക്സ് ഇടേണ്ട യാതൊരു നോർമലി CPU പൊക്കുമ്പോൾ ഫ്ലെക്സ് ഇടേണ്ട ആവശ്യമില്ല, ഗം IC ആയതുകൊണ്ട്. പക്ഷേ ഇടാൻ താല്പര്യമുള്ളതിൽ ഇത്ര ഇട്ടാൽ മതി. പൊക്കണ സമയത്ത് 350 ഹീറ്റിൽ 50 എയറോ അല്ലെങ്കിൽ 380 ഹീറ്റിൽ 80 എയറോ ഇട്ടാൽ മതി. ഞാൻ ഈ ഒരു ഹീറ്റിലാണ് പൊക്കാറ്. നിങ്ങൾ ആർക്കെങ്കിലും ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഹീറ്റാണെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഹീറ്റിലിട്ടിട്ട് ജസ്റ്റ് നമ്മൾ ഇതെല്ലാം ലിഫ്റ്റർ എടുത്തിട്ട് മെല്ലെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറി പോകുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ഫീൽ ചെയ്യും. ഓവറായിട്ട് കുത്താൻ നിൽക്കരുത് കേട്ടോ. മെല്ലെ ജസ്റ്റ് ഇങ്ങനെ മെല്ലെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു 10-15 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ബ്ലേഡ് ഇങ്ങനെ ഉള്ളിലോട്ട് പോകാൻ നോക്കും. 15-20 സെക്കൻഡ് മാക്സിമം അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും IC നമുക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും തിരക്ക് കൂട്ടരുത്. കാരണം തിരക്ക് കൂട്ടുന്ന സമയത്ത് ഇതിൻ്റെ പ്രിൻറ്റുകൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. 2 തീരെ തിരക്ക് കൂട്ടാണ്ട് അതിന് പൊന്തട്ടെ എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോർഡ് ബൾജ് ആകുകയും ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ മേളിലുള്ള ഇതേപോലെ ലെഡ് വലിച്ചെടുക്കുക എന്നതാണ്. 350 ഹീറ്റ് നമ്മൾ അയണിലിട്ടിട്ട് അതിൻ്റെ മുകളിലുള്ള ലെഡ് ഇതേപോലെ നമ്മൾ അയൺ വെച്ചിട്ട് ജസ്റ്റ് വലിച്ചെടുക്കുക. ചില സാധനം ഇങ്ങനെ കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് 138ൻ്റെ PPD ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് ജസ്റ്റ് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് മീൻസ് അതിലിടുക, ജസ്റ്റ് മറ്റേ അയൺ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക. എന്നതിന് ശേഷം വടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കൺവേർട്ടായി. ഓക്കെ, എന്നതിന് ശേഷം ഇതേപോലെ അതിൻ്റെ ഗമ്മ്, അതിൻ്റെ മുകളിൽ CPUവിൻ്റെ ആ ഒരു പാഡിലുള്ള ഗമ്മ് ഇതേപോലെ അയൺ വെച്ചിട്ട് തന്നെ മെല്ലെ മറ്റേ ഒരുതി എടുക്കുക. ഓവർ പ്രസ് ചെയ്യാനേ നിൽക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ക്ലീൻ ആക്കുക. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ട്യൂസർ വെച്ചിട്ടോ ജസ്റ്റ് ഇങ്ങനെ സൈഡിലൊക്കെ ഉള്ള എല്ലാ ഏരിയയിലുള്ള ഗമ്മ്, നമ്മൾ ഈ വടിച്ചെടുത്ത ഗമ്മ് കാര്യങ്ങൾ എടുക്കാം. നിങ്ങൾക്ക് അയണിനെ കൊണ്ട് മറ്റേ സൈഡിൽ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഇതേപോലെ ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു ഗമ്മൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ നമുക്ക് വടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വിക്ക് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഇത് നമ്മൾ മറ്റേ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആവും. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് റോസിൻ ഫ്ലക്സ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ വേറെ ഏത് ഫ്ലക്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് UV ഫ്ലക്സോ അല്ലെങ്കിൽ ഏതാണ് ഫ്ലക്സ് യൂസ് ചെയ്യാം, മെക്കാനിക്കൽ ഫ്ലക്സ് എന്ത് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ റോസിൻ ഫ്ലക്സ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെരങ്ങൂല. അതായത് നമ്മളിപ്പോൾ ഷീൽഡ് ആ ഒരു ഏരിയ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. മറ്റേ ഫ്ലക്സ് ആകുമ്പോൾ ചിലത് ഒന്നായിട്ട് ഒലിച്ചിറങ്ങും. പക്ഷേ റോസിനാവുന്ന സമയത്ത് നമ്മൾ ഇടുന്ന ആ ഏരിയയിൽ മാത്രമേ അങ്ങനെ നിൽക്കുള്ളൂ, എല്ലാ ഏരിയയിലും പടർന്നു പോകില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിലുള്ള ഇടാം, പക്ഷേ ഞാനൊരു സജഷൻ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ,
ഓക്കെ. അപ്പോൾ റോസിൻ ഇട്ടിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ഓവർ അമർത്താൻ നിൽക്കണ്ട. മെല്ലെ 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 തലോടി എടുത്താൽ മതി. ഫസ്റ്റ് തന്നെ ചാടിക്കയറി എനിക്ക് പെട്ടെന്ന് ആക്കണം, അല്ലെങ്കിൽ ഇത്ര ടൈം കൊണ്ട് ഓരോരുത്തർ ആക്കുന്നുണ്ട് എനിക്ക് ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുന്ന കാര്യമില്ല. ആ സമയത്ത് ഡെഡായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവനും ചിലപ്പോൾ ചില ആൾക്കാർ അതും ആലോചിക്കുക, അയ്യോ ഇനി എനിക്ക് പറ്റൂല, ഇനി എനിക്ക് പറ്റില്ല. ഇപ്പോൾ സർവീസ് ആകുമ്പം പറ്റും. ചിലപ്പം 1, 2, 3 ചെയ്ത് കഴിഞ്ഞാലും ചിലത് ഓക്കെ ആവില്ല. ചിലപ്പോൾ 5 പ്രാവശ്യം ചെയ്താലും ഓക്കെ, 6ാമത്തെ പ്രാവശ്യം ചിലപ്പോൾ ഓക്കെ ആവും. അത് ഓരോരുത്തരെ ആ ഒരു ടൈമാണ്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് തന്നെ ഹാൻഡിൽ സെറ്റാക്കണം. അങ്ങനെ സംഭവമുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ചിലപ്പോൾ കാർബൺ പിടിച്ച പോലെ ഉണ്ടാകും ചില ഏരിയയിൽ, അതായത് ഇങ്ങനെ മഞ്ഞ് നിൽക്കുന്ന സ്ഥലം. അത് ഇങ്ങനെ മറ്റേ സിൽവർ കളറുള്ള ഒരു ബ്രഷും ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ക്ലീനർ എന്ന് പറയുമ്പോൾ നെറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ടിന്നർ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ക്ലീനർ വെച്ചിട്ട് ജസ്റ്റ് മെല്ലെ വരുത്. എന്നാലും നിങ്ങൾക്ക് അവിടെ ആ ഒരു കാർബൺ പിടിച്ചിട്ടുള്ള ആ ഒരു കണക്ഷൻസ് ഉണ്ടല്ലോ, അത് ക്ലിയർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് പ്രത്യേകം കാണാൻ പറ്റും. എന്നതിന് ശേഷം നമ്മളത് ബോർഡ് ഫുൾ ഏറെക്കുറെ നമ്മളിതിൻ്റെ പരിപാടി കഴിഞ്ഞ് ബോർഡ് മാറ്റി വെക്കും. ഇതിനടുത്ത് ഐ സി ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ബോർഡിൽ ചെയ്ത സെയിം മെത്തേഡ്, ഫ്ലെക്സ് ഇടുക, അതിൻ്റെ മേളുണ്ടായിരുന്ന ലെഡ് നമ്മൾ വലിച്ചെടുക്കുക. ഇനി വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ വിക്ക് വെച്ചിട്ട് വലിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പിടിച്ച് ലെഡിങ് പോരും. എന്നിട്ട് ഇതേപോലെ ഹീറ്റ് അടിക്കുക. ഹീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓവർ ഹീറ്റൊന്നും വേണ്ട. 220 ഹീറ്റിൽ 50 എയർ മതി, 220 ഹീറ്റ് മതി. എന്നിട്ട് ഐസിൻ്റെ മേളിലുള്ള ആ ഒരു ഗം, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ 2L ബ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ നമുക്ക് സെപ്പറേറ്റ് ഗം ക്ലീനാക്കുന്ന സാധനം കാണാം. ഞാൻ ഈ സാധനമാണ് യൂസ് ചെയ്യാറ്. ഞാൻ ഓരോരുത്തർക്കും ഓരോ ഹാൻഡ്ലിങ്ങിൻ്റെ ആ ഒരു ഇതാണ്, എന്താ പറയുക, ഒരു എയിമാണ്. എയിമെന്ന് ബാലൻസ് അങ്ങനെയാണ് പറയുക. ഞാൻ എയിമെന്ന് പറഞ്ഞതേ ഉള്ളൂ, ബാലൻസ് എന്നാണ് അപ്പോൾ അതിന് പറയുക. അപ്പോൾ ബാലൻസ് ആണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയാണ് കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു സംഭവം പറഞ്ഞെന്ന് മാത്രം. ചില ആൾക്കാർക്ക് മറ്റേ ഇത് ട്യൂസറായിരിക്കും എയിമാകുക. ഓക്കെ. എന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗം ക്ലീൻ ആയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വിക്ക് വെച്ചിട്ട് റോസും വെച്ച് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കാർബൺ പിടിച്ചെങ്കിൽ കറുപ്പ് കളർ കാണാം. അത് ഇതാണ്ട് ഇതേപോലെ ചേരി പോലത്തെ സാധനം കൊണ്ട് നെറ്റോ അല്ലെങ്കിൽ 6000 ടിന്നർ ഇതേപോലെ ഇതുകൊണ്ട് ഇങ്ങനെ മെല്ലെ ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ പക്കയായിട്ട് ക്ലീൻ ആകും. ഒരു കാരണവശാലും ഷർട്ടും മറ്റേ പാൻറ്റും ജീൻസിൻ്റെ പാൻറ്റൊക്കെ കല്ലുമ്പിലിട്ട് ഉരക്കുന്ന പോലെ ഉരതി കഴിഞ്ഞാൽ പ്രിൻറ്റ് മൊത്തം പോകും. അങ്ങനെ ഒരിക്കലും ഉരക്കാൻ നിൽക്കരുത്. മെല്ലെ ടൈം എടുത്ത് ഉരച്ചാൽ മതി. ഓക്കെ. എന്നതിന് ശേഷം വീണ്ടും ഒന്നും കൂടി റോസിനിട്ടിട്ട് ഒന്ന് മൊഞ്ചാക്കി മിനുക്കുക. ഈ എന്താ പറയുക, പോളിഷ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്ന് മൊഞ്ചാക്കി എടുക്കുക. അത് നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുന്നതാണ്. കണ്ട ഈ ആ ഒരു കാർബൺ കാര്യങ്ങളൊക്കെ പോയിട്ട് പക്കയായിട്ട് കാണാം. ഇൻ കേസ് ഇനി പിടിക്കുന്നുണ്ട് ഇതിൻ്റെ കാർബണിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ ബ്ലേഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ലെഡ് ചെറുങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സർജിക്കൽ ബ്ലേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. ഇനി അടുത്ത് ഇതിൻ്റെ കോർണർ സൈഡ് മീൻസ് ഐസിയുടെ സൈഡിൽ ഇങ്ങനെ ഗം ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ഗം കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ ആ സൈഡിൽ ഗം ഉണ്ടാവും. അതും കൂടെ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ IC ഒന്നും കൂടെ വൃത്തിയാണ്. ചില ആൾക്കാർ എനിക്ക് ചിലത് റിട്ടേണൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ICൻ്റെ സൈഡിലൊക്കെ ഫുള്ള് ഗം ഉണ്ടാവും. ഇതൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ബോർഡ് കുറച്ചും കൂടെ വൃത്തിയാവും, ICയും കുറച്ചും കൂടെ വൃത്തിയാവും. ഒരു സേഫ് മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇനി റീബോൾ ചെയ്യുന്നതാണ്. റീബോൾ ചെയ്യാൻ 183ൻ്റെ PPD ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ. പിന്നെ 199 2L യൂസ് ചെയ്യുക, കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു PPD ആണ്. 183 ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്ത് മാൻഡിൻ്റെ ആണ്. മാൻഡ്, കൈസി, അതുപോലെ തന്നെ 2L, ഇത് മൂന്നും അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു സാധനമാണ്. ഫോങ്കോങ് അടിപൊളിയെന്ന് പറയുന്നുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടേക്കിൽ, അതായത് 1 ടേക്കിൽ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇത് 1 ടേക്കിൽ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടേക്കിൽ, അതായത് ഞാൻ ഇപ്പോൾ 1 ടേക്കിൽ ഞാൻ ജസ്റ്റ് ഇട്ടിങ്ങനെ ചെത്തി കാണിച്ചതല്ല, നേരെ ഇൻ കേസ് ചെത്തുകയാണെന്നുണ്ടെങ്കിൽ 2 ടേക്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പേസ്റ്റ് പുരട്ടി നമ്മൾ ഹീറ്റ് അടിച്ചിട്ട് നല്ല എല്ലാ സൈഡിലും ഇങ്ങനെ റീബോളായി വരും. ആ റീബോളായി വരുന്ന സമയത്ത് നമ്മളെ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ചെത്തും. ഈ ചെത്തുന്ന സമയത്ത് എല്ലാ തലമുട്ടും വേണ്ട, കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെയും തലമുട്ടും ചെത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ടേക്കിൽ സാധനം ഓക്കെ. അതായത് എല്ലാത്തിൻ്റെയും തലമുട്ട് ചെത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം എല്ലാം ലെവലായി നടത്തും. ഓക്കെ. എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ആ IC പക്ക, അതായത് മറ്റേ അതിൻ്റെ ബോർഡ് കാര്യങ്ങളും എന്താ പറയുക 95 അല്ല 100% തന്നെ പറയാം ഓക്കെയാണ്. എന്നിട്ട് നമ്മളൊന്ന് മറ്റേ എന്താ പറയുക കുളിപ്പിച്ച് മിനുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇത്തിരി ഫ്ലെക്സ് ഇട്ടിട്ട് ഒന്ന് നേരത്തെ നമ്മൾ റീബോൾ ചെയ്ത ആ ഒരു സെയിം ഹീറ്റിൽ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലെക്സ് എല്ലാ ഭാഗത്തും ഇങ്ങനെ പോയിട്ട് ബോർഡുകളൊക്കെ ഒന്ന് മിനിങ്ങി നിൽക്കും, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി സെറ്റായി നിൽക്കും. ഇനി അടുത്ത് ഫിക്സ് ചെയ്യാന്നുള്ള ടാസ്ക്കാണ്. ഫിക്സിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില ആൾക്കാർ അതിലേക്ക് ഫ്ലക്സ് ആക്കി കൊടുക്കുകയും ചെയ്യുന്ന കാണാം. അങ്ങനെയും ചെയ്യും, യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ ഫിക്സ് ചെയ്യാൻ റോസിനാണ് യൂസ് ചെയ്യാറ്. റോസിൻ ഇടുന്ന സമയത്ത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിൽക്കും. ഇനി വേറെ ഏതെങ്കിലും ഫ്ലക്സ് ആണെന്നുണ്ടെങ്കിലും സീനൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഇട്ടോ യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ
യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ പൊസിഷൻ കറക്റ്റ് നോക്കി, 3 വര ഉണ്ട്, 3 വരകളൊക്കെ കറക്റ്റ് നോക്കിയതിന് ശേഷം നമ്മൾ ഹീറ്റ് നേരത്തെ എടുത്ത 350ൽ 50 എയർ, 350 ഹീറ്റിൽ 50 എയർ എടുത്തിട്ട് നമ്മൾ മെല്ലെ മെല്ലെ ജസ്റ്റ് ആദ്യം കുറച്ച് മേളിൽ നിന്ന് ഹീറ്റ് അടിക്കുക, പിന്നെ മെല്ലെ താഴോട്ടേക്ക് വരിക. എന്തായാലും നിങ്ങൾക്ക് കണ്ടത് അതേപോലെ ഫ്ലെക്സ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇളക്കി കഴിഞ്ഞാൽ സാധനം പക്ക. അതായത് ജസ്റ്റ് കുറച്ച് നേരം മാറ്റി കൈ ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ ഫ്ലെക്സ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ സാധനം ഓക്കെ. ജസ്റ്റ് ടൂസർ കൊണ്ട് തട്ടിയിരുന്ന് ഇളക്കി അവിടെ ഒക്കെ പരിപാടി കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഫാൻ കൊണ്ടൊക്കെ തണുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം സാധനം നേരെ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്യുക. എന്നതിന് ശേഷം അതിൻ്റെ എല്ലാ സാധനവും മറ്റേ ചാർജിങ് സ്ട്രിപ്പും അതേപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ കണ്ടറും ബാറ്ററി കണ്ടറും ഏതാ സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ഇടുക. എന്നിട്ട് ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇതിപ്പോൾ ഓൺ ചെയ്ത് നോക്കിയതാണ് 1 ടൈം, അതായത് ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഫസ്റ്റ് ടൈം ഓണാക്കി നോക്കിയതിന് ശേഷം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടത് രണ്ടാമത് പോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ഓണാക്കുന്ന സാധനം ഞാൻ ഇടാണ്ടായപ്പോൾ. അപ്പോൾ ക്യാമറ കാര്യങ്ങളൊക്കെ ഇട്ട് എന്നതിന് ശേഷം സാധനം ഓണാക്കി നോക്കുന്ന സമയത്ത് എനിക്ക് സംഭവം കുഴപ്പമില്ല, ഓണായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു CPU 3ാമത്തെ പ്രാവശ്യമാണ് ചെയ്തിട്ടത്. ഫസ്റ്റ് ടേക്ക് തന്നെ ചിലപ്പം ചിലത് റെഡി ആവണമെന്നില്ല, ചില സാധനം ഫസ്റ്റ് ടേക്ക് തന്നെ റെഡിയാകും. കാരണം ഞാൻ 3ാമത്തെ ടേക്ക് ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കൈസീൻ്റെ ഡേറ്റ് കഴിഞ്ഞു, മറ്റേ മാൻഡിൻ്റെ ഡേറ്റ് കഴിഞ്ഞ്. അപ്പോൾ അത് കറക്റ്റ് റീബോൾ ആയില്ല. രണ്ടാമത് എടുത്തതും ഞാൻ അതന്നായിരുന്നു. അപ്പോഴും റീബോൾ ഇട്ടിട്ട് ഞാൻ ഫിക്സ് ചെയ്തപ്പോഴും അത് റെഡിയല്ല. പിന്നെയാണ് ഞാൻ അതിൻ്റെ ഡേറ്റ് നോക്കുന്നത്. ചില BPD നമ്മൾ ഡേറ്റ് നോക്കാണ്ട് വാങ്ങിക്കും, അപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, റീബോളിങ് കറക്റ്റ് ആവില്ല, അങ്ങനെ കുറേ ഇഷ്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ 3ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ഞാൻ അതിൻ്റെ PPDൻ്റെ ഡേറ്റ് നോക്കിയത്, ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോഴാണ് ഞാനത് വാങ്ങിയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല ഡേറ്റ് മറ്റേ കഴിഞ്ഞതാണോ ഇല്ലയോ എന്നുള്ളത്. പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് ഞാൻ നോക്കിയില്ല, ഞാനത് പൊട്ടിച്ചും പോയി. അങ്ങനെയാണ് ഞാനിപ്പോൾ 2ULൻ്റെ PPDയിലാണ് ഈ സാധനം എടുത്തിട്ട് ഓണാക്കി എടുത്തത്. അപ്പം ഓരോരുത്തർക്കും ഓരോ PPDയിലാണ്. ഞാൻ 3ന് കുറ്റം പറയുന്നില്ല, പക്ഷേ ഡേറ്റ് മസ്റ്റായിട്ട് നോക്കാം. ഇതിപ്പോൾ എന്തായാലും ചെയ്തപ്പം സാധനം പക്കായിട്ട് വർക്കായിട്ടുണ്ട്. അതായത് നമുക്ക് വന്ന കംപ്ലയിൻറ്റ് ഇതിന് കസ്റ്റമർ അയക്കുന്ന സമയത്ത് പറഞ്ഞത് വൈഫൈ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് കിട്ടിയപ്പോൾ റീസ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ സാധനം ചെയ്തപ്പോൾ തന്നെ വൈഫൈ ആയിക്കോട്ടെ, ബ്ലൂടൂത്ത് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ ക്യാമറ ആയിക്കോട്ടെ, ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ, ബാക്ക് ക്യാമറ ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും പക്കയായിട്ട് വർക്കായിട്ടുണ്ട്, എല്ലാം സാധനം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും പോക്കോ ആയിക്കോട്ടെ, ഇനി ആൻഡ്രോയിഡ് ഫോണായാലും ഐഫോൺ ആയാലും ഏതെങ്കിലും ഫോണായിട്ട് കുടുങ്ങി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിലോ അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.